ഈ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കെന്തെങ്കിലും അസുഖം വരുന്നത്, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എന്തെങ്കിലും സംഗതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസമാധാനം നഷ്ടപ്പെടുന്നത്, ഉറക്കം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യം ഓർത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്ത്, കുടുംബത്ത്, നമ്മൾ തുടങ്ങിയാൽ വ്യക്തിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, അയൽപ്പക്കത്തിൽ നിന്ന്, പിന്നെ അങ്ങനെ പോകുമ്പോൾ സംസ്ഥാനത്തിൽ നിന്ന്, പിന്നെ കുറഞ്ഞ പക്ഷം നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും നടക്കുന്ന സംഭവങ്ങൾ ഓർത്ത് മനസമാധാനം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ രാജ്യവും കടന്ന്, ഭൂഖണ്ഡവും കടന്ന്, എല്ലാം കടന്ന് ഒരു നാട്ടിലെ മുഴുവൻ മനസമാധാനവും നഷ്ടപ്പെടുന്ന ഒറ്റ ഒരുത്തനേ ഉള്ളൂ. ഒറ്റ ഒരുത്തൻ. അവൻ്റെ പേരാണ് എന്താണ്? ലയണൽ മെസ്സി. എന്തെല്ലാം മനസമാധാനക്കേടാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഈ നാട്ടിൽ മൊത്തവും ഇപ്പോൾ പുള്ളിയെക്കുറിച്ച് കലാവായി. പുള്ളി ഇതുവല്ലോ അറിയുന്നു. പുള്ളി എങ്ങാണ്ട് അങ്കോളയിൽ കളിക്കാൻ പോവുകയും നിക്കറിട്ടുകൊണ്ട് നടക്കുകയും പിന്നെ ടീഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുക. ഈ അലമ്പുണ്ടാക്കുന്നവരും മനസമാനം നഷ്ടപ്പെടുത്തിയവരും എല്ലാം പുള്ളിയുടെ അപ്പച്ചിയുടെ മോനോ, കൊച്ചാപ്പാടെ മോനോ, മാമാടെ മോനോ, അല്ലെങ്കിൽ പെങ്ങളുടെ ഭർത്താവോ, അല്ലെങ്കിൽ പിന്നെ പെങ്ങളെ കെട്ടിയ ആളോ ഒന്നുമല്ല. ഈ മെസ്സിയുടെ പേരിൽ നടക്കുന്ന പുകിലെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഈ സംഗതിയെല്ലാം ഒന്ന് വെച്ചിട്ട് എത്ര നാൾ കൊണ്ട് ഈ പഹയൻ ഈ ആളുകളെ ഇട്ട് വലിക്കുവാണെന്ന് ഓർത്ത് നോക്കി. അതേണ്ടേ നമ്മുടെ ആൻറ്റോ മുതലാളിയുടെ ചാനലിൽ പണ്ട് കാണിച്ചൊരു വാർത്ത ഒന്ന് കണ്ടു. മെസ്സി വരില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിലേക്ക് മെസ്സി വരും എന്ന് ഉറപ്പോടുകൂടി പറഞ്ഞതിൽ ഒരാൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റോ അഗസ്റ്റിൻ അന്ന് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പല മാധ്യമങ്ങളും ചോദിച്ചു, വരുമോ ഇത് വരില്ലല്ലോ. പക്ഷെ അപ്പോഴെല്ലാം ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് നേരിട്ട് വിവരം കിട്ടിയിട്ടില്ല എന്നതാണ്. ആ വിമർശനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. എല്ലാ വിമർശനങ്ങളുടെ കുത്തൊഴുക്കും മുറിച്ചു കടന്ന് ആന്റോ അഗസ്റ്റിൻ നമുക്കൊപ്പം ചേരുകയാണ്. ഈ സന്തോഷ വാർത്ത മിനിസ്റ്റർക്കൊപ്പം തന്നെ ആന്റോ അഗസ്റ്റിനും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ആന്റോ അഗസ്റ്റിൻ, ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ നിമിഷമാണ്. പ്രത്യേകിച്ച് അങ്ങയെ സംബന്ധിച്ചും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിനെ സംബന്ധിച്ചും മാനേജ്മെന്റിനെ സംബന്ധിച്ചും. കാരണം ആ നിമിഷങ്ങളിലെല്ലാം കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടാതെ പോയപ്പോൾ സന്തോഷം കണ്ട ആ ചോദിക്കുന്ന ആളുടെ കുസൃതി, ആ പറയാനിരിക്കുന്ന ആളുടെ ആ മുഖമൊക്കെ നിങ്ങൾ നോക്കിയേ. ഈ നിമിഷം എങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ വാർത്ത അവതരിപ്പിക്കുന്നത്? എന്താണ് മനസ്സിൽ തോന്നുന്നത്? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞൊരു പരസ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനേക്കാളും സന്തോഷം ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ടെൻഷൻ അടിച്ചു എന്ന് ചോദിച്ചാൽ വെയിറ്റിന്റെ കിലോ ദിവസം 1 കിലോ വെച്ച് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഒന്നുകൊണ്ടല്ല, എനിക്ക് ഉറപ്പായിരുന്നു വരുമെന്നുള്ള. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പം സമ്മർദ്ദം കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത സ്ഥിതിയിലെത്തി. ആരുടെയൊക്കെ സ്ഥിതി ആ സമ്മർദ്ദത്തിലായിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം ഇത് വരുമെന്ന് പറഞ്ഞപ്പോൾ ഈ ആൻറ്റോ അഗസ്റ്റിൻ്റെ റിപ്പോർട്ടർ ചാനലിൻ്റെ മുഴുവൻ ശത്രുക്കളും, നമ്മുടെ അന്തർമാ മന്ത്രിയുടെ മുഴുവൻ ശത്രുക്കളും സമ്മർദ്ദത്തിലായി. അവരുടെ എല്ലാ മനസമാധാനം ഈ ചെറുക്കൻ കളഞ്ഞു. ഏത് ചെറുക്കൻ? ഈ ലയണൽ മെസ്സി. അങ്ങനെ ആകപ്പാട് പിന്നെ സമ്മർദ്ദപ്പെട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ദേ ലയണൽ മെസ്സി ഈ വിൻഡോയിൽ വരുന്നില്ല, വേറൊരു വിൻഡോയിലൂടെയോ ഡോറിലൂടെയോ എങ്ങാണ്ട് മാർച്ചിലെങ്ങാണം വരും. വേണമെങ്കിൽ വരും, വരുന്നെങ്കിൽ വരും. 130 കോടി ഞാൻ കൊടുത്തിട്ടുണ്ട്, കൊടുത്തത് വാങ്ങിക്കാൻ അറിയാം, വാങ്ങിച്ചില്ലേലും എനിക്കൊന്നുമില്ല. 70 കോടി എനിക്ക് പുല്ലാണേ 70 കോടി പുല്ലാണേ എന്നൊക്കെ പറഞ്ഞ് ആൻറ്റോ സാർ നിൽക്കുന്നത്. ഇപ്പോൾ എത്ര പേരുടെ മനസ്സമാധാനമാണ് പോയത്? ഇത് കണ്ട് സന്തോഷിച്ച് രംഗത്തിറങ്ങിയ നമ്മുടെ സംസ്ഥാന സ്പോർട്സ് വകുപ്പ് മന്ത്രിയുടെ സമാധാനം മൊത്തത്തിൽ പോയി. പുള്ളി കംപ്ലീറ്റ് സമാധാനവും നഷ്ടപ്പെട്ട് കിളി പോയ നിലയിൽ ചാനലുകാരോട് ഇപ്പോൾ പരസ്യമായി പറയാതെ ചെവിയിൽ പറയുക. തീർന്നോ? ആൻറ്റോ അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ മൊത്തം നിയന്ത്രണവും പോയി. പുള്ളി മനസമാധാനമായിട്ട് വൈകിട്ട് ചാനലിനകത്ത് AC ഇട്ടുകൊണ്ടിരുന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ എല്ലാവരെയും ഒന്ന് കുറ്റം പറഞ്ഞ് വിലയിരുത്തി, പ്രത്യേകിച്ച് നമ്മുടെ മാങ്കൂട്ടത്തിനെയൊക്കെ ഒന്ന് മാടി വിളിച്ച്, കോൺഗ്രസ്സുകാരെയൊക്കെ ഒന്ന് തേച്ച്, മറ്റവരെയെല്ലാം ഒന്ന് കൈകാര്യം ചെയ്ത് അങ്ങനെ കത്തിയുന്നത്. അദ്ദേഹത്തിൻ്റെ മനസമാനം മൊത്തം തീർന്ന്. ഈ പണ്ട് മുതലുള്ള എല്ലാ ചെയ്തികളും ഇപ്പം സാമൂഹ്യ മാധ്യമത്തിൽ കുത്തിയിട്ടുകൊണ്ടിരിക്കുക. അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്നും പറഞ്ഞ് ചെയ്തു എന്നും പറഞ്ഞൊരു നീണ്ട പട്ടിക. ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നുമില്ല. എന്തായാലും അങ്ങനെ ഒരു നീണ്ട പട്ടിക മൊത്തം ഇപ്പോൾ ആളുകൾ ഇട്ടുകൊണ്ടിരിക്കുക. അതുകൂടാതോ പുള്ളിക്ക് മരം കണ്ടാൽ വീക്ക്നെസ്സാണെന്നും പറഞ്ഞ് ആ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരം മൊത്തം മുറിച്ചതിന് എല്ലാവരുടെ രംഗത്തിറങ്ങിയിരിക്കുക. എവിടെ മരമുണ്ടോ അവിടെ ആൻറ്റോ ഉണ്ട് എന്നും പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? മനസമാധാനം മൊത്തം ആൻറ്റോടെ പോയേ. പിന്നെ ആൻറ്റോടൊപ്പം നിന്ന നമ്മുടെ സാക്ഷാൽ ആരാ ഇപ്പോൾ ആ കാണിച്ച അരുൺകുട്ടൻ്റെ മനസമാധാനം മൊത്തം പോയ അരുൺകുട്ടൻ പിന്നെ ഒരു വളരെ പ്രഖ്യാപിതമായ കോമാളി വേഷങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് പുള്ളിക്ക് ഇതൊരു പ്രശ്നമില്ല. പുള്ളി ഇപ്പം നാളെ വേറൊരാൾ ഇച്ചിരി കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പുള്ളി നേരെ മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലോ പോയിരുന്ന് ഇതേ ആൻറ്റോയെ തന്നെ വാരിമാക്കട്ടെ കിട്ടും. ആൻറ്റോയുടെ പഴയ മാങ്കോ ഫോൺ പൊങ്ങി വന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഏതാണ്ട് സംഗതി പൊങ്ങി വന്നു. എല്ലാ സാധനങ്ങളും പൊന്തി വന്നു. അപ്പോൾ അങ്ങനെ അരുൺകുമാർ, പിന്നെ ഞങ്ങളുടെ പാവപ്പെട്ട ചന്ദ്രൻപിള്ള സഖാവ്, ഒരഴിമതി ആരോപണം ഉണ്ടാകാത്ത ഒരാളായിരുന്നു ചന്ദ്രൻപിള്ള സഖാവിൻ്റെ GCDA സ്റ്റേഡിയത്തിൻ്റെ നവീകരണം ഇനിയിപ്പോൾ വലിയൊരു ജോലിയാണ്. ആർക്ക് കരാറ് കൊടുത്തു?
എന്തിനാണ് കരാർ കൊടുത്തത്, എന്തായിരുന്നു വ്യവസ്ഥ, എന്തായിരുന്നു എഗ്രിമെൻറ്റ്, ഇതൊന്നുമില്ല. ആകെ ചന്ദ്രൻപിള്ള സാർ പറയുന്നത് മന്ത്രി വിളിച്ച് കൊടുക്കാൻ പറഞ്ഞു, അതിനൊരു കത്ത് അയച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ മന്ത്രിക്ക് കത്തയക്കാൻ ഒക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടനഷ്ട പരിഹാരങ്ങളുടെയൊക്കെ ഉത്തരവാദി മന്ത്രിയാണോ അതോ GCDA ആണോ? ഈ വെട്ടിയ മരം മൊത്തം എന്താവും? ഇനി കോടതി വല്ലതും ഇടപെട്ടില്ല, ശബരിമലയിലെ കൂട്ട് പിന്നെ പ്രത്യേക അന്വേഷണം. ഒന്നാമത് ഹൈക്കോടതിയുടെ മുന്നിൽ മൂക്കിൻ്റെ തുമ്പത്തായി ഈ സാധനം ഇരിക്കുന്നത്. 2 ഹൈക്കോടതി ജഡ്ജിമാരെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു സമിതി ഉണ്ടാക്കി 5-6 നല്ല IASകാരുടെ ലിസ്റ്റും വാങ്ങിച്ച് അന്വേഷണം അങ്ങ് പ്രഖ്യാപിച്ചാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. GCDAക്കാരുടെ എല്ലാ സമാധാനവും പോയി, ആ ചെയർമാൻ്റെ സ്വസ്ഥതയും മറ്റേതും മറിച്ചതും എല്ലാം പോയി. പിന്നെ അതെല്ലാം കൂടാതെ സ്പോർട്സ് കൗൺസിലിൻ്റെ മനസമാധാനം പോയി എന്ന് വേണ്ട മുഴുവൻ ആളുകളുടെയും മനസമാധാനം ഈ ആൻഡോ ഒറ്റ ഒരാൾ കളഞ്ഞു. 70 കോടി ചിലവാക്കി എന്നും പറഞ്ഞിട്ട് രംഗത്ത് നിൽക്കുമ്പോൾ ദാണ്ട് ഇന്ന് രാവിലെ ഒരു ചാനലിൽ കാണിക്കുന്ന ഒരു കോൺട്രാക്ടർ വന്നിട്ട് പറയുന്നു GCDAയുടെ 70 കോടി പോയിട്ട് 70 പൂട പോലും ചിലവാക്കിയില്ല. എന്തൊരവസ്ഥയാണ്! വല്ല കാര്യമുണ്ടോ? എടാ മെസ്സി, ഞങ്ങൾ നിന്നോട് വല്ലതും ചെയ്തോ? ഞങ്ങളോട് എന്തിനാണ് ഈ ചതി ചെയ്യുന്നത്? ഞങ്ങൾ വല്ല ചതിയും ചെയ്തോ? നിൻ്റെ ഓരോ കളികളും വരുമ്പം ഞങ്ങൾ സന്തോഷപൂർവ്വം ആസ്വദിക്കുന്നു, ആഘോഷിക്കുന്നു, കാണുന്നു. എത്രയോ പേരാണ് നിന്നെ കാണാനായിട്ട് ഈ ഖത്തറി മൊത്തം വന്നത്. ഞങ്ങളെല്ലാം നിനക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്നു, ഇതെല്ലാം ചെയ്യുന്നു. നിൻ്റെ രാജ്യം ഈ പറയുന്ന വംശഹത്യാ ഭീഷണി നേരിടുന്ന ഫലസ്തീൻ ജനങ്ങളോടൊപ്പം നിൽക്കാതെ ഇസ്രയേലിനോടൊപ്പം നിന്നിട്ട് പോലും നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ നിന്നെ കെട്ടിപ്പിടിച്ച് വെച്ചേക്കുക. നീ ഓരോ ഗോളടിക്കുമ്പോഴും ഞങ്ങൾ സന്തോഷിക്കുക. നീ ഞങ്ങളുടെ ആൻഡോയുടെയും മന്ത്രിയുടെയും എല്ലാവരുടെയും നെഞ്ചത്തടിച്ച് കയറ്റിയല്ലോടാ ഗോള്. എടാ പഹയാ, നീ ഈ ചതി ചെയ്തായിരുന്നു, ഒരിക്കലും ചെയ്യരുതായിരുന്നു. നിനക്ക് കളിക്കാൻ സ്റ്റേഡിയം ഇല്ലെങ്കിൽ നീ എങ്ങനെങ്കിലും ഇനി വന്നായിരുന്നെങ്കിൽ ഇവിടെ അപ്പുറത്ത് കുറ്റിപ്പുറത്ത് ഞങ്ങളുടെ അവിടെ ഒരു അമ്പലമുക്കിൽ ഒരു നല്ല ഗ്രൗണ്ടുണ്ട്, അവിടെ കൊണ്ടുപോയിരുന്നു. അല്ലെങ്കിൽ വേറെ ഓച്ചറ അമ്പലത്തിൻ്റെ അവിടെ നല്ല ഗ്രൗണ്ടുണ്ട്, പരബ്രഹ്മക്ഷേത്രത്തിൻ്റെ, അവിടെങ്കിലും പോയി നിന്നെ പന്ത് കെട്ടിക്കായിരുന്നു. നീ വരുന്നതിന് ഇത്രയും സുരക്ഷിതത്വവും മറ്റേതും മറിച്ചതും ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ ആൻഡോയുടെ കാശും പോയി. 130 കോടി നീ വാങ്ങിച്ചു. ഇനി പുള്ളി ചിലപ്പം ഈ ദേഷ്യത്തിന് ആ 130 കോടി വല പിടിക്കാൻ വേണ്ടാന്നങ്ങ് വെച്ച് കളയും. അതിൻ്റെ കൂടെ 70 കോടി വേറെയും പോയി. കോടിയായി പോകുന്ന മൊത്തം നിനക്ക് വല്ല വിചാരമുണ്ടോ? പോഹയാ.